ഞാനങ്ങനെ ബോധപൂർവ്വം അങ്ങനെ ഒരാളിനെയും ആക്ഷേപിക്കുകയോ പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളെ അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരാളല്ല. എൻ്റെ പൊതുജീവിതത്തിൽ ഇത്രയും നാളിനുള്ളിൽ അത് ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആ രീതിയിലൊരു അർത്ഥം അതിന് വന്നിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട് എങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. അതിനെനിക്കൊരു ബുദ്ധിമുട്ടുള്ള ആളല്ല. അങ്ങനെ ഒരു സ്ത്രീയെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് മാപ്പർഹിക്കേണ്ട കാര്യമാണല്ലോ. തീർച്ചയായിട്ടും അത് വെച്ചിട്ട് ഞാൻ പറയുന്നു, അത് വെച്ചിട്ട് അല്ല, അത് തീർച്ചയായിട്ടും അത് പ്രൂഫ് ചെയ്യുമ്പോൾ ഉള്ള വിഷയമാണ്. അത് വെച്ചിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നോക്കാം. എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പറ്റും. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അതിനുള്ള അവകാശം അവർക്കുണ്ട്. അങ്ങനെ അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിയമപരമായി പോയാൽ നമ്മളതിന് അതിൻ്റെ കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പാർട്ടിയുടെ ആളുകളുമായിട്ട് അവർക്കെല്ലാം ബോധ്യമുള്ളതാണ്. ആയിരിക്കുന്ന പ്രസംഗങ്ങളിൽ ആരും തന്നെ എല്ലാവരും എന്നെ വിളിച്ചിപ്പോൾ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു പരാമർശം പറഞ്ഞു, എവിടാണത് പറഞ്ഞതെന്നാണ്. ആ പ്രസംഗത്തിൽ ഇപ്പോൾ അവിടെ ഇരുന്ന ഒരു വലിയ ജനാവലി ഉണ്ടായിരുന്നു. ആ ജനാവലിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും എന്നോട് ചോദിക്കുകയാണ്, എവിടാണ് ഈ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത് എന്ന്. എനിക്ക് മനസ്സിലാവും. അതായിക്കോട്ടെ, തീർച്ചയായിട്ടും അവർ പരിശോധിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ബോധപൂർവ്വം അങ്ങനെ ഒരാളിനെയും ആക്ഷേപിക്കുകയോ പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളെ അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരാളല്ല. എൻ്റെ പൊതുജീവിതത്തിൽ ഇത്രയും നാളിനുള്ളിൽ അത് ഉണ്ടായിട്ടില്ല.